ആലമറ്റത്തെ കയ്യൂര് ഈ പാറമടയിലേക്ക് നോക്കുക. അന്നത്തെ ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്നത്തെ അവസ്ഥയല്ല ഇന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ടണ്ണ് കണക്കിന് കല്ലുകൾ പോയിരിക്കുന്നു. JCB എത്ര എണ്ണം കടന്ന് ഇന്ന് ഞായറാഴ്ചയായിട്ട് പണി നടക്കുകയാണ്. അന്നത്തെ ഷേപ്പല്ല ഇന്ന്. ലോഡ് എന്തേരം കല്ലാണ് പോകുന്നത് കാണുന്നുണ്ടോ? 1000-1500 ലോഡ് കല്ലോളം ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി ഇപ്പം തന്നെ പോയി കഴിഞ്ഞു. ഈ 10 ദിവസത്തിനിടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഓരോ ആഴ്ചകൾ കഴിയും തോറും ആ വലിയ ഗർത്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. എത്ര തൊഴിലാളികൾ ഇവിടെ പണിയുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ കെട്ടിപ്പെറുക്കി നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലും അറിയത്തില്ല. ഇവിടുന്ന് അമ്മനുമില്ല ആശാനും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഈ ആലമറ്റത്തെ ഈ പാറമട നടക്കുന്നത്. നിങ്ങൾ വളരെ ഹൃദയസ്പർശിയായ ഒരു സ്ഥലമാണ് നമ്മുടെ ആലമറ്റം. ഇത് നോക്കണം, ഇത് കാണണം. ഉദ്യോഗസ്ഥന്മാരെല്ലാം കാശ് മേടിച്ച് നിങ്ങൾ ഈ കാശോട് കാശ് മേടിക്കുക. ഓരോ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുക. അടുത്തയാളെ വിളിക്കുമ്പോൾ അടുത്തയാൾ പറയും ആ ഇൻചാർജുകാരൻ പോയി എന്ന് പറയും. പുതിയ ആളെ വരും. അങ്ങനെ കാശോട് കാശ് മേടിച്ച് ഇങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ജീവൻ ഒന്നേ ഉള്ളൂ എല്ലാവർക്കും. ഞാനും നിങ്ങളും എല്ലാം ഒരേ ഒരു ജീവനേ ഉള്ളൂ. നാളെ നമ്മുടെ അവസ്ഥ എന്നാണെന്നറിയത്തില്ല. ഇവിടെ തുടർന്ന് താമസിക്കുന്ന ഓരോ മനുഷ്യനും എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ആലമറ്റ നിവാസികൾ പിള്ളേർ വെള്ളം കുടിക്കാൻ വെള്ളം ബുദ്ധിമുട്ടുന്നു. അവിടുന്ന് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. അതെല്ലാം അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എവിടെ നിന്നെല്ലാം വന്നാണ് തൊഴിലാളികൾ പണിയുന്നതെന്ന് പോലും ഇവിടെ അറിയത്തില്ല. ഒരു 100-150 പേര് ഇവിടെ പണിക്കാറുണ്ട്. രാപകൽ പണിയാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് 2 മണിയായപ്പോൾ തൊട്ട് തുടങ്ങിയാണ്. 6 മണിയായിട്ട് നിർത്തിയിട്ടില്ല. നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരെയും ഷെയർ ചെയ്യുക. എല്ലാവരെയും അറിയിക്കുക. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധ ഇതിലേക്ക് വരണം. മുഖ്യമന്ത്രിക്ക് പോലും പരാതി കൊടുത്തിട്ട് ഇത് തേച്ച് മാച്ച് കളയാണ്. ഇതിനു മുമ്പ് പലരും കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയും വരുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? കളക്ടറുടെ ഭാഗത്തു നിന്നും ഇതിന് നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 110 ഏക്കർ സ്ഥലമാണ്. അതിനകത്തൊരു ഫ്രീ ആയിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ് നാട്ടുകാർക്ക്. ഇവിടെ 10-70 വീട്ടുകാർക്ക് അതുപോലെ നിലച്ചുപോയി. മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ പരാതി സീമന് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ അയച്ചിട്ടുണ്ട്. അവരും വിളിക്കുന്നുണ്ട്. ഈ സൈറ്റിൽ വന്ന് ആരും കാണുന്നില്ല. ഇതെല്ലാം ഒരുമാതിരി കോപ്രായം കുത്തുകയാണ്. ഒരാളെ പഴിചാരി മാറുകയാണ്. ഇതെന്നാ ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ഇത് വലുത് എന്തോ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാടുകാണി മലയുടെ മുകളിൽ വിനോദസഞ്ചാര മേഖലയായിട്ട് പ്രഖ്യാപിച്ചതായിരുന്നെന്നും അതിനുശേഷം ഇതേപ്പറ്റി ഒരു അനക്കമില്ലെന്നും പ്രകൃതി നല്ല മനോഹരമായ ഒരു പ്രദേശമാണ്, 10,000 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശമാണെന്നും ഈ കുന്നിൻ്റെ മലയിൽ കാണാനും കേൾക്കാനും പല പക്ഷികൾ, മരങ്ങൾ എല്ലാം ഉള്ളതാണ്. ഇത് കാണാൻ കാഴ്ചയ്ക്കുമായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്ന ടൂറിസ്റ്റ് മേഖലയാണ്. പക്ഷേ ഇതാരും വരുന്നില്ല. ഇപ്പോഴത്തെ പേടി കൊണ്ട് ആരും വരുന്നില്ല. വീടുകളിൽ കിടക്കത്തില്ല. വെടി പുക ഭയങ്കര ബഹളമാണ്. തൃശ്ശൂർ പൂരം പോലെ നിലനിൽക്കാതെ വെടിയാണ്. കല്ലുകൾ മറിയുകയാണ്. പൂഴി ഭയങ്കരമായിട്ട് പൊങ്ങുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, ഒച്ച, സൗണ്ട് എന്ന് വേണ്ട എല്ലാവിധ ദുരന്തങ്ങൾ വരിക്കുന്ന വിധത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ നടപടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതി ക്ഷോഭങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട്. താഴെ മാഹാരങ്ങളിൽ മനുഷ്യൻ താമസിക്കുന്നുണ്ട്. നഴ്സറി സ്കൂളുണ്ട്. ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല. ഒരു മലയുടെ മുകളിൽ പൊട്ടിക്കുന്നതിന് വെടിശബ്ദം കേട്ട് പക്ഷിമൃഗാദികളെല്ലാം പേടിച്ച് ഓടുകയാണ്. പാമ്പുകൾ അതിഭയങ്കരമായിട്ട് പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്നുണ്ട്. വെള്ളം താഴെ കിണറുകളിലെ വെള്ളമെല്ലാം താന്നു പോകുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ആൾക്കാർ കഴിയുന്നത്. പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒച്ചയും ബഹളം കൊണ്ട് പിള്ളേർ പേടിച്ച് 5:30 ആകുമ്പോൾ തുടങ്ങുന്ന പരിപാടിയാണ്. പിള്ളേർക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഈ സൗണ്ട് കണ്ടോ? ചെവി മൂളുകയാണ്. ചെവിക്ക് മൂളിച്ചാണ്. പ്രായമുള്ള കാരണന്മാർക്ക് ചെവി കേൾക്കാൻ മേലാത്ത അവസ്ഥയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മുകളിൽ ഒരു മേരി ചേച്ചി താമസിക്കുന്നുണ്ട്. അവിടെ 2 ടവർ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി. കുടിവെള്ളത്തിനൊരു ടാങ്ക് വന്നിരുന്നു. അത് മാറ്റി. ഒരു ഓലി ഉണ്ടായിരുന്നു. 10-60 പേർക്ക് വെള്ളം കുട്ടിച്ചുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. 12 മാസം ഈ ആലമറ്റം നിവാസികൾ അവർക്ക് ആ വെള്ളം കുടിക്കാൻ പോലും പറ്റുന്ന ആ വെള്ളമെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ അതിമനോഹരമായിട്ട് പാറ പൊട്ടിച്ച് ഇങ്ങനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏക്കറുകളാണ് പൊട്ടിച്ചു മാറ്റുന്നത്. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് ഇവിടുത്തെ നാട്ടുകാരായ ആലമറ്റം നിവാസികൾ, അടുത്ത പരിസരവാസികൾ, കയ്യൂര് നിവാസികൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ആരും അപേക്ഷ വെക്കുന്നതൊന്നും ഇവർ സ്വീകരിക്കുന്നില്ല. പലവിധ വഴികൾ പറഞ്ഞ് ഒഴിവൊഴികളെ ഉദ്യോഗസ്ഥന്മാർ തട്ടിമാറ്റി കളയുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് കനിവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഓടി വരുന്നുണ്ട്. അതും ഇതും പറയുന്നുണ്ട്. ഞങ്ങൾ ഇടപെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചുമ്മാതെയാണ്. ഇത് മനുഷ്യനെ കളിപ്പിക്കുകയാണ്. മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുകയാണ്. എല്ലാവരും കാശ് വാങ്ങിക്കൂട്ടുന്നു. പക്ഷേ ഈ കാശ് കൊണ്ട് ഉദവിയാലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.